വി മുരളീധരന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട്. അതിലേക്ക് പോയതിനു ശേഷം അലക്സിലേക്ക് എത്താം. ആ പ്രതികരണത്തിലേക്ക്. ഈ രാഷ്ട്രീയ വേട്ട CPM അവസാനിപ്പിക്കണം. പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം. അലക്സ് വീണ്ടും തുടരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഈ BJP ആരോപിക്കുന്ന പോലെ അവർ പറയുന്നത് ഈ പോലീസിനെ ഉപയോഗിച്ച് ഈ അനിലിനെ CPIM സമ്മർദ്ദത്തിലാക്കി എന്നുള്ളതാണല്ലോ, അതൊരു ഗൂഢാലോചനയാണെന്ന് അവർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ഒരു സൂചനയും ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇല്ലല്ലോ അല്ലേ അലക്സ്? ഉന്മേഷ, ആത്മഹത്യാക്കുറിപ്പിൽ CPM-നെ കുറിച്ചോ പോലീസിനെ കുറിച്ചോ ഒന്നും ഒരു പരാമർശവുമില്ല. അതുമാത്രമല്ല, താൻ വിശ്വസിച്ച പ്രസ്ഥാനം 10-40 വർഷം 4 പതിറ്റാണ്ടോളം താൻ പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പോലും BJP എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടില്ല. പക്ഷേ നമ്മുടെ ആൾക്കാർ ഇതുപോലെ കൈയൊഴിഞ്ഞു എന്ന കാര്യം അങ്ങനെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ നമ്മുടെ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ആ നമ്മുടെ എന്നത് BJP-ക്കാരെ തന്നെ ഉദ്ദേശിച്ചെന്ന് CPM ആരോപിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത് ഒളിച്ചുകളിയാണ്, CPM-ന്റെ ഒളിച്ചുകളിയാണ്. നേരത്തെ ഒരു CPM കൗൺസിലർ കൈക്കൂലി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വരികയും വാർത്തയാകുകയും ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്തു വരികയും CPM-ന്റെ മുഖം നഷ്ടപ്പെടുകയും ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അത് മറികടക്കുന്നതിന് വേണ്ടി CPM ആസൂത്രണം ചെയ്ത ഗൂഢാലോചന എന്നാണ് BJP ആരോപിക്കുന്നത്. അതിന് പോലീസിനെ അതിനുപയോഗിക്കുകയായിരുന്നു എന്നാണ് BJP പറയുന്നത്. താങ്ങാൻ കഴിയുന്നതിലും വിധത്തിൽ ഇത്തരത്തിൽ സമ്മർദ്ദം നൽകി പോലീസ് എന്നാണ് പറയുന്നത്. അപ്പോഴും പോലീസ് അനൗദ്യോഗികമായി നൽകുന്ന വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട അനിലിനെ വിളിച്ച ഏതെങ്കിലും ഒരു കോൾ തെളിവായി കാണിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് പോലീസ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു കോൾ അനിലിന്റെ ഫോണിലേക്ക് വന്നിട്ടില്ല. ഇതിലിപ്പോൾ CPM ജില്ലാ സെക്രട്ടറി നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സൊസൈറ്റിയുടെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു നിക്ഷേപകൻ സൊസൈറ്റിയിലെത്തി പ്രശ്നമുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. തുടർന്ന് സൊസൈറ്റിയുടെ സെക്രട്ടറി തന്നെ തമ്പാനൂർ പോലീസിൽ പരാതി നൽകുന്നു. തുടർന്ന് ഈ നിക്ഷേപകനെയും സൊസൈറ്റി അധികൃതരെയും തമ്പാനൂർ പോലീസ് വിളിച്ചു വരുത്തി ആ നിക്ഷേപ തുക തിരിച്ചു നൽകുന്നതിന് വേണ്ടി ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി അവിടെ എഴുതി ഒപ്പിട്ട് നൽകിയതിനു ശേഷം ആ വിഷയം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം അനിലിനെ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല. അനിലിന്റെ പേരിൽ ഒരു കേസും ഇതുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ പോലീസിനെ പ്രതികൂട്ടിലാക്കും എന്നാണ് CPM ചോദിക്കുന്നത്. അത് BJP എങ്ങനെ പ്രതിരോധിക്കും ആ ചോദ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കൃത്യമായ ഒരു മറുപടി BJP ഇപ്പോഴും നൽകുന്നില്ല. BJP നേതാക്കളോട് ചോദിക്കുന്നുണ്ട്, പോലീസ് അങ്ങനെയെങ്കിൽ വിളിച്ച തെളിവ് എവിടെയെന്ന് BJP നേതാക്കളോട് ചോദിക്കുമ്പോൾ BJP നേതാക്കൾ അതിന് കൃത്യമായി മറുപടി പറയുന്നില്ല. അവർ ഇപ്പോഴും പറയുന്നത് ഇതൊരു പാർട്ടി സ്ഥാപനമല്ല, ഭരണസമിതിയല്ല ഈ സൊസൈറ്റി ഭരിക്കുന്നത്, പാർട്ടിയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും അതിനകത്ത് ഇടപെടൽ നടത്തിയിട്ടില്ല. അതുമാത്രമല്ല, പാർട്ടിക്കാർക്കല്ല അദ്ദേഹം ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാകും, അത് നേതാക്കൾക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. ഈ വായ്പ നൽകിയിട്ടുണ്ടാകും, അത് നേതാക്കൾക്ക് അറിയില്ല എന്ന് പറയുന്നു. പാർട്ടിയുടെ ഔദ്യോഗികമായി താൻ തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഒരു തരത്തിൽ അനിലിന്റെ കൈയൊഴിയുകയാണ് BJP എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശരി അലക്സ് റാമുമാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.